ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ടിക്ടോക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ആപ്പാണ് ഇന്ന് കൂട്ടുകാർക്ക് മുമ്പാകെ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മുടെ ടിക്ടോക്ക് പോയതിന് ശേഷം പല ആപ്പുകളും പല ആളുകളും പരീക്ഷിച്ച് നോക്കി, പക്ഷേ അതൊന്നും സക്സസ് ആയി വർക്ക് ചെയ്യുന്നില്ല. കാരണം ടിക്ടോക്ക് പോലെ സ്ലോ മോഷൻ എഫക്റ്റുകളും അതുപോലുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ സാധിക്കാത്ത പല ആളുകളും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ടിക്ടോക്ക് പോലെ ഉപയോഗിക്കുന്ന അതേ സ്പീഡിൽ, അതേ മെത്തേഡിൽ, അതേ രീതിയിൽ, അതേ ആളുകൾ, അതേ ടിക്ടോക്കിലുള്ള സെലിബ്രിറ്റികളെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ടിക്ടോക്ക് കാണുവാനും നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട രീതി ഞാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ചെറിയൊരു വിവരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ ടിക്ടോക്കിന് ബദലായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ടിക്ടോക്കിലെ പോലെ ഇതുപോലെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ. അതിന് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് എന്നുള്ളൊരു ഭാഗമായിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തോ നിങ്ങളത് വെരിഫൈ ചെയ്യുക. ഞാനിവിടെ ഫിറോസ് കൊണ്ടോട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെയിം അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെക്കാം, ബർത്ത്ഡേ ഡേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സാധാ ടിക്ടോക്ക് പോലെ തന്നെ ടിക്ടോക്കിലുള്ള എല്ലാ വീഡിയോസും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള താഴെ ഓപ്ഷനുണ്ട്. അതുപോലെ നമുക്കൊരു പുതിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഏറ്റവും താഴെ നിങ്ങൾ കാണാനായിരിക്കും നമ്മൾ ടിക്ടോക്ക് പോലെ തന്നെ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇവിടെ എന്തുകൊണ്ട് യൂസ് ദിസ് സൗണ്ട് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാ ക്യാമറ ആയിരിക്കും ഇതുപോലെ ഓപ്പൺ ആയി വരുന്നത്. ഇതിന് നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് ശേഷം സാധാ ടിക്ടോക്ക് പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ചെയ്യണത് സാധാ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുപോലെ ടിക്ടോക്ക് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അടിപൊളിയാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ടിക്ടോക്കിനെ പോലെ അത്രയും ഫാസ്റ്റാണ്. ടിക്ടോക്ക് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആപ്പ് ഇഷ്ടപ്പെട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.